അടുത്ത് നമ്മളിതുമായിട്ട് ബന്ധപ്പെട്ട് നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് വാട്ട് ഈസ് പോളിനേഷൻ എന്നാണ്. നിങ്ങൾ കൊച്ചു ക്ലാസ് തൊട്ടേ പഠിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് പോളിനേഷൻ? ദ ട്രാൻസ്ഫർ ഓഫ് പോളൻ ഫ്രം ആന്തർ ടു ദ സ്റ്റിഗ്മ ഓഫ് ഫ്ലവേഴ്സ് ഈസ് പോളിനേഷൻ. The transfer of pollens from anther to the stigma of flower, that is known as pollination. ഒരു ഫ്ലവറിൻ്റെ ആന്തറിൽ നിന്ന് അല്ലെങ്കിൽ സ്റ്റേമനിൽ നിന്ന് പോളൻ ഗ്രെയിൻസ് സ്റ്റിഗ്മയിൽ വന്ന് വീഴുന്നത്, മലയാളത്തിൽ പരാഗണം, ദാറ്റ് ഇസ് നോൺ ആസ് പോളിനേഷൻ. അപ്പോൾ നമുക്കറിയാം ദർ ആർ 3 types ഓഫ് പോളിനേഷൻസ്. പോളിനേഷൻ 3 തരത്തിലാകാം. ഒന്ന് നോക്കൂ, ഈ പടം തന്നെ നോക്കൂ. ഹിയർ പോളിനേഷൻ ഒക്കേഴ്സ് വിത്തിൻ ദ സെയിം ഫ്ലവർ. ഒരേ പൂവിൽ തന്നെ, അതായത് ഇതിൻ്റെ ആന്തറിൽ നിന്ന് ഇതിൻ്റെ സ്റ്റിഗ്മയിൽ തന്നെ വീഴുകയാണ്. ഒരേ ഒരു പൂവിലാണ്. ഇതാണ് പടം. ഒറ്റ ഫ്ലവറേ ഉള്ളൂ. പോളിനേഷൻ ഒക്കേഴ്സ് വിത്തിൻ ദി സെയിം ഫ്ലവർ ഓർ ആന്തർ ആൻഡ് സ്റ്റിഗ്മ ഓഫ് ദി സെയിം ഫ്ലവർ. ദെൻ ഇറ്റ് ഈസ് നോൺ ആസ് ഓട്ടോഗമി. AUTOGOMY. അപ്പോൾ വാട്ട് ഈസ് ഓട്ടോഗമി? ഈ മാർച്ച് പരീക്ഷയ്ക്ക് 2020 മാർച്ച് പരീക്ഷയ്ക്ക് ചോദിച്ചാണ്. ഓട്ടോഗമി, ജീറ്റനോഗമി, സീനോഗമി. ഇത് 3 എന്താണെന്ന് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. വളരെ സിമ്പിളാണ്. അപ്പോൾ എങ്ങനെയാണ് ഓട്ടോഗമി? ഓട്ടോഗമി ഈസ് ദ പോളിനേഷൻ വിത്തിൻ എ സെയിം ഫ്ലവർ ഓർ ട്രാൻസ്ഫർ ഓഫ് പോളൻ ഫ്രം ദി ആന്തർ ആൻഡ് സ്റ്റിഗ്മ ഓഫ് സെയിം ഫ്ലവർ. ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ഫ്രം ദി ആന്തർ ടു ദി സ്റ്റിഗ്മ ഓഫ് സെയിം ഫ്ലവർ, ദെൻ ഈസ് നോൺ ആസ് ഓട്ടോഗമി. അപ്പോൾ രണ്ടാമത്തെ ഏതാണെന്ന് നോക്കൂ. രണ്ടാമത്തത് ജീറ്റനോഗമി. എങ്ങനെയാണ് നോക്കൂ. ഓട്ടോഗമി ഒരേ ഫ്ലവറിൽ തന്നെ അല്ലേ. ജീറ്റനോഗമി എന്ന് വെച്ചാൽ പ്ലാന്റ് ഒന്ന് തന്നെ 2 ഡിഫറെൻറ്റ് ഫ്ലവേഴ്സ്. അപ്പോൾ നമ്മളെങ്ങനെ പറയും? ജീറ്റനോഗമി ഈസ് ദ പോളിനേഷൻ ബിറ്റ്വീൻ 2 ഡിഫറെൻറ്റ് ഫ്ലവേഴ്സ് ഓഫ് സെയിം പ്ലാന്റ്. ഇവിടെ വിത്തിൻ എ ഫ്ലവർ, വിത്തിൻ എ സിംഗിൾ ഫ്ലവർ, then it is autogamy. 2 flowers of same plant, then it is known as ജീറ്റനോഗമി. അപ്പോൾ ഇത് രണ്ടും ആക്ച്വലി സെൽഫ് പോളിനേഷൻ ആണ്. എന്തുകൊണ്ടാണ് സെൽഫ് എന്ന് വിളിക്കാൻ കാരണം? ഇത് രണ്ടും ഒരേ ചെടിയിലാണ് നടക്കുന്നത്. ഇത് ഒരു പൂവിൽ നടക്കുന്നു, ഇത് ഒരേ ചെടിയിലെ 2 പൂക്കൾക്കിടയിൽ നടക്കുന്നു. സോ ഇത് രണ്ടും സെൽഫ് പോളിനേഷൻ ആണ്, അഥവാ സ്വയം പരാഗണം. ഏതൊക്കെ? ഓട്ടോഗമി ആൻഡ് ജീറ്റനോഗമി. അപ്പോൾ ദെൻ ഇറ്റ് ഈസ് സെനോഗമി ഓർ അലോഗമി എന്ന് വെച്ചാൽ അറിയാലോ, എ എന്ന് പറയുന്ന ബി എന്ന് പറയുന്ന 2 ഡിഫറെൻറ്റ് പ്ലാന്റ്. അപ്പോൾ എന്താണ്? പോളിനേഷൻ ബിറ്റ്വീൻ 2 ഡിഫറെൻറ്റ് പ്ലാന്റ്സ് ഓഫ് സെയിം സ്പീഷീസ്. പക്ഷേ പ്ലാന്റ് 2 ഒരു സ്പീഷീസ് ആയിരിക്കണം. ഇപ്പോൾ പ്ലാവിൽ നിന്ന് പ്ലാവിൽ തന്നെ വീണം. ഇതൊരു പ്ലാവാണെങ്കിൽ അടുത്തതും പ്ലാവായിരിക്കണം. അത് മാവാണെങ്കിൽ അടുത്തത് മാവായിരിക്കണം. ഇത് കണിക്കൊന്നയാണെങ്കിൽ അടുത്തതും കണിക്കൊന്നയായിരിക്കണം. ഇങ്ങനെ 2 ഡിഫറെൻറ്റ് പ്ലാന്റ്സിൻ്റെ ഇടയിൽ നടക്കുന്ന സെയിം സ്പീഷീസിലുള്ള 2 ഡിഫറെൻറ്റ് പ്ലാന്റ്സിൻ്റെ ഇടയിൽ നടന്നാൽ സെനോഗമി. സോ വിച്ച് ആർ ദ 3 types of pollination? Autogamy, Jetonogamy, Xenogamy. Autogamy is the pollination occurs within a single flower. Jetonogamy is the type of pollination occurs in between 2 flowers of same plant. And Xenogamy is the pollination of 2 different plants of same species. 2 different plants of same species. പേരെന്തൊക്കെയാണ്? ഓട്ടോഗമി പറഞ്ഞു നോക്കൂ. ഓട്ടോഗമി, ജീറ്റനോഗമി, സെനോഗമി or allogamy. Which are the 3 types of pollination? Autogamy, Jetonogamy, Xenogamy. What is pollination? The transfer of pollen grains from anther to the stigma of flower is known as pollination. അപ്പോൾ ഞാൻ ഓട്ടോഗമിയും ജീറ്റനോഗമിയും എന്നാണ് എന്തെന്ന് പറഞ്ഞത്? ക്രോസ് പോളിനേഷൻ എന്നാണ് പറഞ്ഞത് അല്ലേ. സോറി, സെൽഫ് പോളിനേഷൻ എന്നും സെനോഗമി എന്ന് പറഞ്ഞു, ക്രോസ് പോളിനേഷൻ എന്നും. അപ്പോൾ ഇവർ തമ്മിലുള്ള ഡിഫറൻസുകളൊന്ന് നോക്കണം. ഏതൊക്കെയാണ്? സെൽഫ് പോളിനേഷനും ക്രോസ് പോളിനേഷനും തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് നോക്കണം കേട്ടോ. സെൽഫ് പോളിനേഷനും ക്രോസ് പോളിനേഷനും. അപ്പോൾ എന്തൊക്കെയാണ് ഡിഫറൻസ് ഒന്ന് നോക്കൂ. സെൽഫ് പോളിനേഷൻ, it is the transfer of pollen grains from the anther to the stigma of same flower or another flower of the same plant. ഇതാണെങ്കിലോ, it is the transfer of pollen grains from anther to the stigma of different flowers of different plants അല്ലേ. ഇനി രണ്ടെന്താണ്? ഇറ്റ് ഡസ് നോട്ട് റിക്വയർ എനി എക്സ്റ്റേണൽ ഏജന്റ്. ഏതിന്? ഇപ്പോൾ സെൽഫ് പോളിനേഷൻ ഒരു എക്സ്റ്റേണൽ ഏജന്റിന്റെ ആവശ്യമില്ല. ഒരു പ്ലാന്റിൽ നടക്കേണ്ടതല്ലേ, അതങ്ങ് വീണോളും. ഇതങ്ങനെയല്ല, ഒരു എക്സ്റ്റേണൽ ഏജന്റ് വേണം. ആരൊക്കെ വേണം? ഒരു വിൻഡോ, വാട്ടറോ, ഇൻസെക്റ്റോ എന്തെങ്കിലും വേണ്ടി വരും. അടുത്തെന്താ? ഇൻ സെൽഫ് പോളിനേറ്റഡ് ഫ്ലവേഴ്സ് ബോത്ത് ആന്തേഴ്സ് ആൻഡ് സ്റ്റിഗ്മ മെച്ചുർ അറ്റ് സെയിം ടൈം. അല്ലെങ്കിൽ സെൽഫ് പോളിനേഷൻ നടക്കൂല. ആന്തർ സ്റ്റിഗ്മയും ഒരേ സമയം ഡെവലപ്പ് ചെയ്താലേ സെൽഫ് പോളിനേഷൻ നടക്കുള്ളൂ. ഇതങ്ങനെയല്ല. ഇൻ ക്രോസ് പോളിനേറ്റഡ് ഫ്ലവേഴ്സ് ആന്തർ ആൻഡ് സ്റ്റിഗ്മ മെച്ചുർ അറ്റ് ഡിഫറെൻറ്റ് ടൈംസ്. പല സമയത്തായിട്ട് മെച്ചുർ ചെയ്യുന്നു. ഇനി അടുത്തത്, ഇറ്റ് ഒക്കേഴ്സ് ഈവൻ വെൻ ഫ്ലവർ ഈസ് ക്ലോസ്ഡ്. കാരണം ഈ ഓട്ടോഗമി എന്ന് പറഞ്ഞാൽ നടക്കണമെങ്കിൽ പൂ അടഞ്ഞിരുന്നാലും നടക്കും. കാരണം ഒരേ ഫ്ലവറിലല്ലേ നടക്കേണ്ടത്.
ഇത് പറ്റൂല. ഇറ്റ് occurs when the flower is open. ആ ഡിഫറൻസുകൾ മനസ്സിലാവുന്നുണ്ടല്ലോ. അടുത്തത്, ഇറ്റ് പ്രിസർവ്സ് പാരന്റൽ ക്യാരക്ടേഴ്സ്. എന്തുകൊണ്ടാണ്? ഒരേ ചെടി തന്നെ നടക്കുകയല്ലേ, അപ്പൊ പിന്നെ വേരിയേഷൻ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ഒരു തരം വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ പോലെ തന്നെ ഇതങ്ങനെയല്ല. ഇതിനെന്ത് കിടക്കും? വേരിയേഷൻസ് ഉണ്ടാകും. ഡസ് നോട്ട് പ്രിസർവ് പാരന്റൽ ക്യാരക്ടേഴ്സ്. അടുത്ത്, ഇറ്റ് പ്രൊഡ്യൂസസ് പ്രോജനീസ് വിച്ച് ആർ ഹോമോസൈഗസ്. ഹോമോസൈഗസ് എന്ന് വെച്ചാൽ അറിയാലോ, ഒരുപോലെയുള്ള ഗമീറ്റുകളെ ആയിരിക്കും ഇത് ഉണ്ടാക്കുന്നത്. ഇറ്റ് പ്രൊഡ്യൂസസ് പ്രോജനീസ് വിച്ച് ആർ ഹെറ്ററോസൈഗസ്. ഇപ്പൊ ഇവിടെ പ്രോജനീസ് ഹോമോസൈഗസ് ആയിരിക്കും, ഇവിടെ ഹെറ്ററോസൈഗസ് ആയിരിക്കും. അടുത്തത്, ഇറ്റ് ഡസ് നോട്ട് ഇൻട്രൊഡ്യൂസ് എനി വേരിയേഷൻസ് ആൻഡ് ഹെൻസ് പ്രോജനീസ് ആർ അണേബിൾ ടു അഡാപ്റ്റ് ചേഞ്ച്ഡ് എൻവയോൺമെന്റ്. വലിയ വേരിയേഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ചേഞ്ച്ഡ് എൻവയോൺമെന്റിൽ അഡാപ്റ്റഡ് ആയിരിക്കില്ല. ഇത് നേരെ തിരിച്ചാണ്. ഇറ്റ് ആൾവേസ് റിസൾട്ട്സ് ഹെൽത്തിയർ ഓഫ് സ്പ്രിങ്സ് വിച്ച് ബെറ്റർ അഡാപ്റ്റഡ് ടു ചേഞ്ച്ഡ് എൻവയോൺമെന്റ്. അപ്പൊ നല്ല തരത്തിലുള്ള പോളിനേഷൻ ഏതാണ്? ക്രോസ് ആണ്. കാരണം അഡാപ്റ്റേഷൻസ് വഴി എല്ലാ ഹാബിറ്റാറ്റിലും വളരാനുള്ള കഴിവുണ്ടായിരിക്കും. ലാസ്റ്റ് നോക്കൂ, പ്രൊഡക്ഷൻ ഓഫ് ന്യൂ റൈസസ് ആൻഡ് വെറൈറ്റീസ് ഈസ് നോട്ട് പോസിബിൾ. പുതിയ പുതിയ വെറൈറ്റീസ് ഉണ്ടാവില്ല, കാരണം ഒരേ പൂവിൽ തന്നെയല്ലേ നടക്കുന്നത്. അതുകൊണ്ട് പുതിയത് ഉണ്ടാവില്ല. ഇവിടെ അങ്ങനെയല്ല. പ്രൊഡക്ഷൻ ഓഫ് ന്യൂ റൈസസ് ആൻഡ് വെറൈറ്റീസ് രണ്ടും നടക്കും. അപ്പോൾ ഇതൊക്കെ ആരൊക്കെ തമ്മിലുള്ള ഡിഫറൻസ് ആണ്? സെൽഫ് പോളിനേഷനും ക്രോസ് പോളിനേഷനും. ഇത് നിങ്ങൾ പോസ് ചെയ്തിട്ട് നോട്ട്ബുക്കിൽ എഴുതണം കേട്ടോ. ഡിഫറൻസ് ബിറ്റ്വീൻ സെൽഫ് പോളിനേഷൻ ആൻഡ് ക്രോസ് പോളിനേഷൻ. സെൽഫ് പോളിനേഷൻ ഏതൊക്കെ വരും? ഓട്ടോഗമി, ജിറ്റനോഗമി. ക്രോസ് പോളിനേഷൻ ഏത് വരും? അലോഗമി ഓർ സെനോഗമി. നെക്സ്റ്റ് പോർഷൻ ഈസ് ആൾസോ ഇമ്പോർട്ടൻറ്റ്. ഏജൻസ് ഓഫ് പോളിനേഷൻ. Based on the nature of pollinating agents, we can classify different types of pollinations. We can identify different types of pollinations. So, pollinating agents ഏതൊക്കെയാണ്, അത് ടൈപ്പ് ഓഫ് പോളിനേഷൻ ഏതൊക്കെയാണ്. അപ്പോൾ ഈ ടേബിളും നോട്ട് ബുക്കിൽ വരച്ചിടണം. പോളിനേറ്റിംഗ് ഏജൻറ്റ്സ് ആൻഡ് ടൈപ്പ് ഓഫ് പോളിനേഷൻ. ഇതിൽ വിൻഡും വാട്ടറും എബയോട്ടിക് ഏജൻസ് ആണ്. ദാറ്റ് മീൻസ് നോൺ ലിവിങ് ഏജൻസും അനിമൽസ് എന്ന് വെച്ചാൽ ലിവിങ് ഏജൻറ്റുമാണ്. അപ്പം ഇത് രണ്ടും എബയോട്ടിക് ഏജൻസ് ആണ്, ഇത് ബയോട്ടിക് ഏജന്റ് ആണ്. Wind, if wind is the pollinating agent, then that type of pollination is known as anemophily. നോക്കോളൂ, അനിമൽ അല്ല, അനിമൽ വരുമ്പോഴല്ല anemophily. Anemophily. If wind is the pollinating agent, the type of pollination is anemophily. Anemophily. If water is the pollinating agent, then that type of pollination is hydrophily. Water is the pollinating agent, then it is hydrophily. Animals are the pollinating agents, then the type of pollination is zoophily. അനിമൽസ് ആകുമ്പോൾ സൂഫിലി. അപ്പോൾ അനിമൽസ് ഏതൊക്കെയാണ്? ഒരുപാട് അനിമൽസ് വരും, എന്നാലും പ്രധാനപ്പെട്ട ഏതൊക്കെ വരാം? ഇൻസെക്റ്റ് ആണ് വരുന്നതെന്ന് വെച്ചാൽ അതല്ല സൂഫിലിയുടെ അടിയിൽ വരുന്നതാണ്. ഇൻസെക്റ്റ് ആണെങ്കിൽ അനിമലിൽ വരുന്നതാണ്. ഇൻസെക്റ്റ് ആണെങ്കിൽ ദാറ്റ് ഇസ് നോൺ ആസ് entomophily. Entomophily. If insects are the pollination agent, then it is entomophily. Birds ആണെങ്കിൽ എന്ത് പറയും? Ornithophily. Birds are ornithophily. Bats ആണെങ്കിൽ എന്ത് പറയും? Chiropterophily എന്ന് പറയും. Chiropterophily എന്ന് പറയും. ആൻസ്, ഉറുമ്പൊക്കെ ആണെങ്കിൽ മെർമിക്കോഫിലി. അതുപോലെ സ്നെയിൽസ് വരാം, ഞാൻ എഴുതിയിട്ടില്ല. സ്നെയിൽസ് വന്നാൽ മാലക്കോഫിലി, MALACO, മാലക്കോഫിലി. അപ്പോൾ ബേസ്ഡ് ഓൺ ദ ടൈപ്പ് ഓഫ് പോളിനേറ്റിംഗ് ഏജൻറ്റ്സ് ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പോളിനേഷൻസ്. വിൻഡ് ഈസ് അനെമോഫിലി, വാട്ടർ ഹൈഡ്രോഫിലി, അനിമൽസ് സൂഫിലി. There are different types of animals. Insects ആണെങ്കിൽ entomophily, birds ornithophily, bats Chiropterophily, ants Myrmecophily, snails ആണെങ്കിൽ എന്ത് പറഞ്ഞു? Malacophily. Malacophily. ഈ ടേബിൾ വരച്ചിട്ടേക്കണം കേട്ടല്ലോ, നിർബന്ധമായിട്ട് വരച്ചിടണം. അടുത്ത് നമ്മൾ നോക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് നമ്മൾ പറഞ്ഞല്ലോ 3 തരം പോളിനേറ്റിംഗ് ഏജൻസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ? പ്രധാനമായിട്ട് 3 തരമാണ്. അതിൽ സൂഫിലിയാണ്, പിന്നെ പലതായിട്ട് തിരിച്ചിരിക്കുന്നത്. അതെല്ലാം കൂടെ നമുക്ക് ഒരുമിച്ച് സൂഫിലസ് അല്ലെങ്കിൽ അനിമൽ പോളിനേറ്റഡ് എന്നാക്കാം. അപ്പോൾ നമ്മൾ ഓരോ ടൈപ്പ് ഫ്ലവേഴ്സിൻ്റെയും ക്യാരക്ടേഴ്സ് പഠിക്കണം. അപ്പോൾ ആദ്യം നമ്മൾ പഠിക്കുന്നത് ക്യാരക്ടേഴ്സ് ഓഫ് വിൻഡ് പോളിനേറ്റഡ് ഫ്ലവേഴ്സ്. നമ്പറിട്ട് എഴുതി വെക്കണം വ്യക്തമായിട്ട്. പരീക്ഷയ്ക്ക് ഒരു 3-4 ക്യാരക്ടേഴ്സ്, ഞാനിവിടെ ഒരു 7 ക്യാരക്ടർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഒരു 4 ക്യാരക്ടറെങ്കിലും നമ്മൾ മിനിമം അറിഞ്ഞിരിക്കണം. ക്യാരക്ടേഴ്സ് ഓഫ് വിൻഡ് പോളിനേറ്റഡ് ഫ്ലവേഴ്സ്. മലയാളത്തിൽ പറഞ്ഞാൽ കാറ്റുവഴി പരാഗണം നടത്തുന്ന പൂക്കളുടെ സവിശേഷതകൾ ഏവ. ക്യാരക്ടേഴ്സ് ഓഫ് വിൻഡ് പോളിനേറ്റഡ് ഫ്ലവേഴ്സ്. ഒന്നെന്താണ്? ഫ്ലവേഴ്സ് ആർ യൂണിസെക്ഷുവൽ. യൂഷ്വലി ദ ഫ്ലവേഴ്സ് ആർ യൂണിസെക്ഷുവൽ. ഇതിൻ്റെ ഒന്നും മീനിങ്ങിന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഫ്ലവേഴ്സ് ഓഫൺ ഹാവ് സിംഗിൾ ഓവ്യൂൾ ഇൻ ആൻ ഓവറി. തേങ്ങയൊക്കെ നോക്കിയാൽ കാണാം, ഒരു ഓവ്യൂളല്ലേ ഉള്ളൂ, ഒരു കുരുവേ കാണുള്ളൂ. അപ്പോൾ ഫ്ലവേഴ്സ് ഓഫൺ ഹാവ് എ സിംഗിൾ ഓവ്യൂൾ ഇൻ ആൻ ഓവറി. Flowers are small and form inflorescence.
പൂങ്കുലകളായിട്ടായിരിക്കും കാണുന്നത്. ഒറ്റ പൂവായിട്ട് കാണില്ല. നല്ല ഭംഗിയുള്ള സിംഗിൾ പൂവായിട്ടൊന്നും കാണില്ല. ചെറിയ ചെറിയ കുഞ്ഞു പൂങ്കുലകളായിരിക്കും. അങ്ങനെയുള്ള ഫ്ലവേഴ്സ് തന്നെ എങ്ങനെയായിരിക്കും? ദീസ് ഫ്ലവേഴ്സ് ആർ നോൺ അട്രാക്റ്റീവ് വിതൗട്ട് സെന്റ് ആൻഡ് നെക്ടർ. തേനും കാണില്ല, മണവും കാണില്ല, സെന്റും നെക്ടറും ഒന്നും കാണില്ല. മനസ്സിലായി? അതിൻ്റെ ആവശ്യമില്ല, കാരണം കാറ്റാണല്ലോ പോളിനേറ്റിംഗ് ഏജന്റ്. ദെൻ പോളൻസ് ആർ ന്യൂമറസ്. പോളൻ ഗ്രെയിനെ ന്യൂമറസ്, ലൈറ്റ് വെയ്റ്റ് ആൻഡ് നോൺ സ്റ്റിക്കി. പോളൻ ഗ്രെയിൻസ് ധാരാളം ഉണ്ടാവും, ലൈറ്റ് വെയ്റ്റ്, ഒട്ടും ഭാരം കാണില്ല, നോൺ സ്റ്റിക്കി, ഒരിടത്ത് ഒട്ടി പിടിക്കുകയില്ല. മനസ്സിലായോ? പോളൻസ് ആർ ന്യൂമറസ്, ലൈറ്റ് വെയ്റ്റ് ആൻഡ് നോൺ സ്റ്റിക്കി. വെൽ എക്സ്പോസ്ഡ് സ്റ്റേമൻസ് വിച്ച് ഈസിലി റിലീസ് പോളൻസ്. അതായത് സ്റ്റേമൻസ് വളരെയധികം എക്സ്പോസ് ചെയ്തിരിക്കും. അപ്പോൾ വളരെ പെട്ടെന്ന് പോളൻ കാറ്റ് കൊണ്ടുപോകും, കാറ്റിൽ ഇറങ്ങി പോകാൻ പറ്റും പോളൻസിന്. ദെൻ ലാസ്റ്റ് വൺ, സ്റ്റിഗ്മ ആർ ലാർജ് ആൻഡ് ഫെദറി ടു ട്രാപ്പ് പോളൻ ഗ്രെയിൻ. സ്റ്റിഗ്മ എങ്ങനെയായിരിക്കും? ഫെദറി ആയിരിക്കും. ഫെദറി എന്ന് വെച്ചാൽ ഇങ്ങനെ ഗുരുഗുരുഗുരായിരിക്കും. ഞാൻ പെട്ടെന്ന് ഈ പഠിപ്പിക്കുമ്പോൾ ഞാൻ പിള്ളേർക്ക് പറയാൻ വേണ്ടി, മനസ്സിലാക്കാൻ വേണ്ടി പറയും. നമ്മളൊരു മോഡലും സിനിമാ നടിയായിട്ടുള്ള പേളി മാണി എന്ന് പറയും. പേളി മാണിയുടെ മുടി പോലിരിക്കുന്നു പറയും. എന്ന് വെച്ചാൽ ഇങ്ങനെ കുരുകുരുകുരായിട്ടിരിക്കും. അത് തരത്തിലുള്ള മുടിയുള്ളവരുടെ തലയിൽ ഏത് പൊടി വീണാലും ആ മുടിക്കകത്ത് അങ്ങ് ട്രാപ്പാവും. അങ്ങനത്തെ മുടിയാണ്. അപ്പോൾ അതുപോലെയാണ് ഈ ഇത്തരത്തിലുള്ള ഫ്ലവേഴ്സിൻ്റെ സ്റ്റിഗ്മ ഇരിക്കുന്നത്. വളരെ ഫെദറി ആയിട്ടിരിക്കും. അപ്പോൾ ഏത് പോളൻ കാറ്റ് തടിച്ചുകൊണ്ട് പോയാലും ഇതിനകത്ത് ട്രാപ്പ് ചെയ്യപ്പെടും. അപ്പോൾ എക്സാമ്പിൾ ആരാണ് പറഞ്ഞത്? ഗ്രാസസ്, പാഡി, വീറ്റ്, കോക്കനട്ട്, മെയ്സ്, ബാംബു എക്സെട്ര. ചോളം, മെയ്സ് എന്ന് വെച്ചാൽ ചോളം, പാഡി, വീറ്റ്, കോക്കനട്ട്, ബാംബൂലൊക്കെ ഏതരത്തിലുള്ള വിൻഡ് പോളിനേറ്റഡ് ഫ്ലവേഴ്സാണ്. അപ്പം നമ്മൾ നോക്കൂ, ഫ്ലവേഴ്സ് ആർ യൂണിസെക്ഷുവൽ. ഫ്ലവേഴ്സ് ഓഫൺ ഹാവ് സിംഗിൾ ഓവ്യൂൾ ഇൻ ആൻ ഓവറി. ഫ്ലവേഴ്സ് ആർ സ്മോൾ ആൻഡ് ഫോം ഇൻഫ്ലോറസൻസ്. Flowers are non-attractive without scent and nectar. Pollens are numerous, lightweight and non-sticky. Well-exposed stamens which easily release pollens. Stigma are large and feathery to trap pollen grains. അപ്പോൾ ഈ പോയിന്റുകൾ എഴുതിയെടുക്കണം. ഞാൻ ഇങ്ങനെ പിടിച്ചേക്കാം, പോസ് ചെയ്ത് വെച്ചിട്ട് എഴുതിയെടുക്കണം. മനസ്സിലായല്ലോ? ക്യാരക്ടേഴ്സ് ഓഫ് വിൻഡ് പോളിനേറ്റഡ് ഫ്ലവേഴ്സ് പോസ് ചെയ്ത് വെച്ചിട്ട് എഴുതിയെടുക്കണം. സ്വാഭാവികമായിട്ട് വിൻഡ് പോളിനേറ്റഡ് ഫ്ലവേഴ്സിൻ്റെ ക്യാരക്ടർ പറയുമ്പോൾ അടുത്ത് അനിമൽ പോളിനേറ്റഡ് ഫ്ലവേഴ്സിൻ്റെ ക്യാരക്ടേഴ്സ് പറയണ്ടേ? അത് വിൻഡ് പോളിനേറ്റഡ് ഫ്ലവേഴ്സിൻ്റെ ക്യാരക്ടേഴ്സിനെയൊക്കെ ജസ്റ്റ് ഏതാണ്ട് ഓപ്പോസിറ്റ് ആയിട്ട് വരും അല്ലേ? ക്യാരക്ടേഴ്സ് ഓഫ് അനിമൽ പോളിനേറ്റഡ് ഫ്ലവേഴ്സ്, ദാറ്റ് മീൻസ് പോളിനേഷൻ ഈസ് ഡൺ ബൈ അനിമൽസ് ലൈക്ക് ഇൻസെക്ട്, ബേർഡ്സ്, അങ്ങനെയൊക്കെയുള്ള ആരെങ്കിലുമൊക്കെ ആണെങ്കിൽ, പോളിനേറ്റിംഗ് ഏജൻസ് ആണെങ്കിൽ എന്തൊക്കെയായിരിക്കും ആ ഫ്ലവേഴ്സിൻ്റെ കോമൺ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്? ഒന്നെന്താണ്? ഇതുപോലെ ഒരു 4 ക്യാരക്ടർ പഠിച്ചു വെക്കണേ. ഫ്ലവേഴ്സ് ആർ യൂഷ്വലി ലാർജ്, കളർഫുൾ, ഫ്രാഗ്രൻറ്റ്, ദാറ്റ് മീൻസ് മണമുള്ളത്, ആൻഡ് റിച്ച് ഇൻ നെക്ടർ, തേനും ഒരുപാട് കാണും. പൂവിൻ്റെ തേനെയാണ് നമ്മൾ നെക്ടർ എന്ന് പറയുന്നത്. അല്ലാതെ തേനീച്ച കൊണ്ടുവയ്ക്കുന്ന തേനെ നമ്മൾ ഹണി എന്ന് പറയും. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. തേനീച്ച കൊണ്ടുവയ്ക്കുന്ന തേനാണെങ്കിൽ തേനീച്ചയുടെ സെക്രീഷനും കൂടി അതിനകത്ത് കാണും. അതുകൊണ്ട് അത് കുറച്ചും കൂടി വിസ്കസ് ആണ്, കട്ടിയുള്ള ദ്രാവകമാണ് തേനീച്ചയുടെ തേന്. അതാണ് ഹണി എന്ന് പറയുന്നത്. ഇത് പൂവിലെ തേന് നിങ്ങളെല്ലാവരും കുടിച്ചിട്ടുള്ളതാണ്. എല്ലാവരും ചെമ്പരത്തി പൂവിലെയും മറ്റു പൂക്കളിലേക്ക് തേൻ, അതൊരു സാധാരണ നമ്മൾ പച്ചവെള്ളം പോലെ ഇരിക്കും. മധുരമുള്ളൊരു ഷുഗർ സൊല്യൂഷൻ പോലെ ഇരിക്കും. അതിനെയാണ് നമ്മൾ പറയുന്നത് നെക്ടർ എന്ന് പറയുന്നത്. പൂന്തേനിനെ തേനീച്ചയാണ് ഹണിയാക്കി മാറ്റുന്നത്. അതുപോട്ടെ. അപ്പോൾ ദ ഫ്ലവേഴ്സ് ആർ യൂഷ്വലി ലാർജ്, കളർഫുൾ, ഫ്രാഗ്രൻറ്റ് ആൻഡ് റിച്ച് ഇൻ നെക്ടർ. പോളൻസ് ആർ ഡെൻസ്. ഡെൻസ് മീൻസ് ഡെൻസിറ്റി ഉള്ളത്. മറ്റേത് ലൈറ്റ് വെയിറ്റ് ആണ് അവിടെ പറഞ്ഞത്. ഡെൻസ്, വെറ്റ് ആൻഡ് സ്റ്റിക്കി. കണ്ടോ? മറ്റേതിൻ്റെ ഓപ്പോസിറ്റ് ആണ്. മറ്റേതാണെങ്കിൽ ലൈറ്റ്, ഡ്രൈ ആൻഡ് നോൺ സ്റ്റിക്കി എന്നാണ് പറഞ്ഞത്. ഇവിടെ പോളൻസ് ആർ ഡെൻസ്, വെറ്റ് ആൻഡ് സ്റ്റിക്കി. ദെൻ ഫ്ലവേഴ്സ് ആർ വെൽ അഡാപ്റ്റഡ് ടു റിസീവ് എ പെർട്ടിക്കുലർ പോളിനേറ്റർ. ആരാണോ പോളിനേറ്റർ അതിനെ സ്വീകരിക്കാനായിട്ട് ഫ്ലവേഴ്സ് അഡാപ്റ്റഡ് ആയിരിക്കും. ഇപ്പോൾ വണ്ടിനൊക്കെ തേൻ കുടിക്കേണ്ട പൂക്കൾ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. വണ്ടിന് കയറിപ്പോകാൻ കണക്കിനുള്ള ദ്വാരങ്ങളോ മറ്റോ അതിനകത്ത് കാണും, കുഴലുകളോ ഒക്കെ കാണും. പിന്നെ ഇപ്പോൾ കുരുവിയാണ് തേൻ കുടിക്കുന്നതെങ്കിൽ കുരുവിയുടെ ചുണ്ടിറക്കുന്നതിന് അതിൻ്റെ ആ പോളിനേഷൻ നടത്താൻ അതിൻ്റെ ചുണ്ടാണ് സഹായിക്കുന്നത്. ആ ചുണ്ടിറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അഡാപ്റ്റേഷൻ കാണും. അങ്ങനെ ഫ്ലവേഴ്സ് ആർ വെൽ അഡാപ്റ്റഡ് ടു റിസീവ് എ പെർട്ടിക്കുലർ പോളിനേറ്റർ. പിന്നെ ഓവറി യൂഷ്വലി ഹാസ് മെനി ഓവ്യൂൾസ്. അതുകൊണ്ട് ഒരുപാട് സീഡ് കാണും. സാധാരണയായിട്ട് ഒരു സീഡല്ല. ഒരു സീഡ് വരുന്നത് സാധാരണയായിട്ട് എങ്ങനെ പറയാൻ പറ്റൂ? അല്ല, സ്ട്രിക്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ല, യൂഷ്വലി എന്നേ പറയാൻ പറ്റുള്ളൂ. വിൻഡ് പോളിനേറ്റഡ് ഫ്ലവേഴ്സിലാണ് സാധാരണയായിട്ട് ഒരു സീഡ് വരുന്നത്. ദെൻ ഓവറി യൂഷ്വലി ഹാസ് മെനി ഓവ്യൂൾസ്. സ്റ്റിഗ്മ ആർ വെൽ അഡാപ്റ്റഡ് ടു റിസീവ് പോളൻസ്. സ്റ്റിഗ്മ ഓരോന്നിനും ഓരോ രീതിയിലായിരിക്കും അഡാപ്റ്റ് ചെയ്തിരിക്കുന്നത്. എങ്ങനെയാണോ പോളൻ ഗ്രെയിൻ വരുന്നത് അത് റിസീവ് ചെയ്യാനുള്ള അഡാപ്റ്റഡ് ആയിരിക്കും. എക്സാമ്പിൾ റോസ്, സൺഫ്ലവർ, ഹിബിസ്കസ്, ജാസ്മിൻ. അങ്ങനെയൊന്നുമില്ല. നല്ല ഭംഗിയും നിറവും മണവും ഒക്കെ ഉള്ള എല്ലാ പൂക്കളിലും ഏത് എക്സാമ്പിൾ വേണോ എഴുതാം. ആരാണ് പോളിനേറ്റിംഗ് ഏജന്റ്?
അനിമൽസ് ആണ് പോളിനേറ്റിംഗ് ഏജന്റ്. അപ്പോൾ നോട്ട് എഴുതിക്കോണം കേട്ടോ, നോട്ട് നോക്കി എഴുതണം, വ്യക്തമായിട്ട് എഴുതണം. അതായത് ക്യാരക്ടേഴ്സ് ഓഫ് അനിമൽ പോളിനേറ്റഡ് ഫ്ലവേഴ്സ്, ക്യാരക്ടേഴ്സ് ഓഫ് അനിമൽ പോളിനേറ്റഡ് ഫ്ലവേഴ്സ്. ഇനി ഒന്നും കൂടി ആവുമ്പോൾ ഈ ഭാഗം തീരും അല്ലേ. ക്യാരക്ടേഴ്സ് ഓഫ് വാട്ടർ പോളിനേറ്റഡ് ഫ്ലവേഴ്സ്, അത് ഒരു 2-3-4 ക്യാരക്ടർ പഠിച്ചു വയ്ക്കണം കേട്ടോ. വാട്ടർ പോളിനേറ്റഡ് ഫ്ലവേഴ്സ്. പ്ലാന്റ്സ് ആർ യൂഷ്വലി യൂണിസെക്ഷൽ. അവിടെ പ്ലാന്റ്സ് തന്നെ യൂണിസെക്ഷൽ ആയിരിക്കും. അതായത് ആൺചെടി വേറെ പെൺചെടി വേറെ എന്ന് ഡിഫറെൻറ്റ് പ്ലാന്റ്സ് തന്നെ ആയിരിക്കും. ഫ്ലവേഴ്സ് ആർ സ്മോൾ, നോൺ അട്രാക്റ്റീവ്, വിതൗട്ട് ഫ്രാഗ്രൻസ് ആൻഡ് നെക്ടർ. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, വാട്ടർ പോളിനേറ്റഡ് ഫ്ലവേഴ്സ് എന്ന് പറയുമ്പോൾ വെള്ളത്തിൽ കിടക്കുന്ന എല്ലാ ചെടിയിലും വാട്ടർ അല്ല പോളിനേറ്റിംഗ് ഏജന്റ്. ഉദാഹരണത്തിന് താമര, അമ്പലിലൊക്കെ പൂക്കൾ ഇരിക്കുന്നത് വാട്ടറിലല്ല, വാട്ടറിന് മുകളിലാണ്. അവിടെ പോളിനേറ്റിംഗ് ഏജന്റ് ഇൻസെക്റ്റ് ആണ്. അതുകൊണ്ട് താമരയും അമ്പലും ഒന്നും അല്ല എക്സാമ്പിൾ. ഇതിന് എക്സാമ്പിൾ എന്ന് വെച്ചാൽ വെള്ളത്തിൻ്റെ അടിയിൽ കിടക്കുന്ന പൂക്കളാണ്. ആ പൂക്കളെ വെള്ളത്തിൻ്റെ മുകളിൽ കാണാൻ പറ്റൂല. അങ്ങനെയുള്ള പൂക്കളിലാണ് വാട്ടറാണ് പോളിനേറ്റിംഗ് ഏജന്റ് വരുന്നത് കേട്ടോ. വെള്ളത്തിൻ്റെ മുകളിൽ പൊങ്ങിയിരിക്കുന്ന താമര, അമ്പലിലൊന്നും വാട്ടർ അല്ല പോളിനേറ്റിംഗ് ഏജന്റ്. തെറ്റിദ്ധാരണ വരരുത്. വെള്ളത്തിൻ്റെ അടിയിൽ വിരിയുന്ന പൂക്കളാണ്. നിങ്ങൾ കാണാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം വെള്ളത്തിൻ്റെ അടിയിൽ മുങ്ങി നോക്കിയാൽ അത്തരം പൂക്കളെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അതുപോലെ ചെടികൾക്കും എക്സാമ്പിൾ വളരെ കുറവാണ്. അപ്പോൾ പ്ലാന്റ്സ് ആർ യൂഷ്വലി യൂണിസെക്ഷൽ, ഫ്ലവേഴ്സ് ആർ സ്മാൾ, നോൺ അട്രാക്റ്റീവ്, വിതൗട്ട് ഫ്രാഗ്രൻസ് ആൻഡ് നെക്ടർ. വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന് കൊണ്ട് തേനും മണവും ഒക്കെ ഉണ്ടായിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പോൾ വെള്ളത്തിൻ്റെ അടിയിലാണ്, നല്ല നിറം കാണില്ല, മണം കാണില്ല, തേനൊന്നും ഉണ്ടാവില്ല. പോളൻസ് ആർ യൂഷ്വലി റിബൺ ഷേപ്ഡ്. അത് വളരെ പ്രധാനമാണ് കേട്ടോ ഈ പോയിന്റ്. പോളൻസ് ആർ യൂഷ്വലി റിബൺ ഷേപ്ഡ്. എന്തിനാണ്? വെള്ളത്തിൻ്റെ മുകളിൽ ഈ പോളൻ പൊങ്ങി വരണ്ടേ. അപ്പോൾ റിബൺ ഷേപ്പിലാണെങ്കിലല്ലേ വെള്ളത്തിൻ്റെ മുകളിൽ പൊങ്ങി കിടക്കുള്ളൂ. ഉരുണ്ടിരുന്നാൽ വെള്ളത്തിൽ താന്നു പോകില്ലേ. അപ്പോൾ വെള്ളത്തിൻ്റെ ബോയൻസ് കിട്ടാൻ വേണ്ടിയിട്ട് പോളൻസ് യൂഷ്വലി റിബൺ ഷേപ്ഡ് ആയിരിക്കും. സ്റ്റിഗ്മ ഓഫൺ ടച്ചസ് ദ സർഫസ് ഓഫ് വാട്ടർ. എന്നാലല്ലേ ഈ വാട്ടറിൻ്റെ മുകളിൽ കൂടെ വരുന്ന പോളൻ ഈ സ്റ്റിഗ്മയിൽ വന്ന് ടച്ച് ചെയ്യുള്ളൂ. അതുകൊണ്ട് വെള്ളത്തിൻ്റെ മുകളിൽ ഇങ്ങനെ സ്റ്റിഗ്മ സർഫസിൽ ഇങ്ങനെ ടച്ച് ചെയ്യത്തക്ക വിധത്തിലായിരിക്കും പൂ വിരിഞ്ഞു നിൽക്കുന്നത്. പോളൻസ് ആൻഡ് ഫ്ലവേഴ്സ് ആണ്. പോളൻസ് ആറല്ല, പോളൻസ് ആൻഡ് ആണ്, തെറ്റിപ്പോയി കേട്ടോ. പോളൻസ് ആൻഡ് ഫ്ലവേഴ്സ്, ഞാൻ തിരുത്താം. പോളൻസ് ആൻഡ് ഫ്ലവേഴ്സ്, പോളനും അതുപോലെ തന്നെ പൂക്കളും ഒക്കെ ഓഫൺ കോട്ടഡ് വിത്ത് മ്യൂസിലേജ് ഷീറ്റ്. അല്ലെങ്കിൽ വെള്ളത്തിൽ ഈ മ്യൂസിലേജ് ഷീറ്റ് ഉള്ളതുകൊണ്ട് അതിൽ വെള്ളം പിടിച്ച് വെറ്റാവില്ല, നനഞ്ഞ് കുതിർന്നില്ലാതാവില്ല. സോ പോളൻസ് ആൻഡ് ഫ്ലവേഴ്സ് ആർ ഓഫൺ കോട്ടഡ് വിത്ത് മ്യൂസിലേജ് ഷീറ്റ്. എക്സാമ്പിൾ ആരാണ്? വാലിസ്നേറിയ, സോസ്റ്റിറ, ഹൈഡ്രില്ല. ഇത് വാലിസ്നേറിയയും ഹൈഡ്രില്ലയും ഫ്രഷ് വാട്ടറിൽ ശുദ്ധജലത്തിൽ കാണുന്നതാണ്. സോസ്റ്റിറ എന്ന് നമ്മൾ പറയുന്ന പേര് സീഗ്രാസ് എന്നാണ് വിളിക്കുന്നത്. കടലിൽ കാണുന്ന ഒരുതരം പുല്ലുവർഗ്ഗത്തിൽപ്പെട്ട ചെടിയാണ് സോസ്റ്റിറ. അപ്പോൾ എക്സാമ്പിൾ വാലിസ്നേറിയ, സോസ്റ്റിറ, ഹൈഡ്രില്ല. ഇതിൻ്റെ എക്സാമ്പിൾ വളരെ പ്രധാനമാണ്. വളരെ കുറച്ച് ചെടികളേ ഉള്ളൂ. വാലിസ്നേറിയ, സോസ്റ്റിറ, ഹൈഡ്രില്ല. മനസ്സിലായല്ലോ. ഇപ്പോൾ ക്യാരക്ടേഴ്സ് ഓഫ് വാട്ടർ പോളിനേറ്റഡ് ഫ്ലവേഴ്സ് പിടികിട്ടിയല്ലോ. പ്ലാന്റ്സ് ആർ യൂഷ്വലി യൂണിസെക്ഷൽ, ഫ്ലവേഴ്സ് ആർ സ്മോൾ, നോൺ അട്രാക്റ്റീവ്, വിത്തൗട്ട് ഫ്രാഗ്രൻസ് ആൻഡ് നെക്ടർ. Pollens are usually ribbon shaped. Stigma often touches the surface of water. Pollens and flowers are often coated with a mucilage sheath. Example: Valisneria, Zostera, Hydrilla. ഇത് നോക്കൂ, ഹൈഡ്രില്ലയുടെ പൂ നോക്കൂ. ഇത് ഹൈഡ്രില്ലയാണ്, വെള്ളത്തിൻ്റെ കണ്ടോ, ഇത് ഹൈഡ്രില്ലയാണ്. ഇത് മെയിൽ പ്ലാന്റ് ആണ്, ആൺചെടിയാണ്. അതായത് കണ്ടോ, ഇതാണ് അതിൻ്റെ മെയിൽ ഫ്ലവർ എന്ന് പറയുന്നത്. ഇത് മെയിൽ ഫ്ലവർ. ഇത് ഫീമെയിൽ പ്ലാന്റ് ആണ്. ഈ ഫീമെയിൽ പ്ലാന്റിന്റെ ഫ്ലവർ കണ്ടോ, ഈ സ്റ്റിഗ്മ എവിടെ ടച്ച് ചെയ്തിരിക്കുന്നു? വാട്ടറിന്റെ സർഫസിൽ ടച്ച് ചെയ്തിരിക്കുന്നുണ്ട്. ഈ കിളികൾ പോലെ വരച്ചിരിക്കുന്നതാണ് പോളൻസ് എന്ന് പറയുന്നത് കണ്ടോ. അത് ഫ്ലോട്ടിംഗ് മെയിൽ ഫ്ലവേഴ്സ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഈ പൂക്കളിൽ നിന്ന് പോളൻ റിലീസ് ചെയ്യും. ആ റിലീസ് ചെയ്തിട്ട് ഇവിടെ വന്ന് ടച്ച് ചെയ്യും കണ്ടോ. അപ്പോൾ ഇതാണ് ഫീമെയിൽ ഫ്ലവർ, ഇതാണ് മെയിൽ ഫ്ലവർ. ഇത് ഏത് ചെടിയാണ്? വാലിസ്നേറിയ സ്പൈറാലിസ് എന്ന് പറയുന്ന ചെടിയാണ്. വാലിസ്നേറിയ സ്പൈറാലിസ്. ശുദ്ധജലത്തിൽ കാണുന്ന ഒരു ചെടിയാണ്. നിങ്ങൾ ഒരു പക്ഷേ അക്വേറിയത്തിലൊക്കെ നിങ്ങൾ കണ്ടു കാണും. നിങ്ങളുടെ റിബൺ പോലെ ഇലയുള്ള ഒരു ചെടിയാണ്. അപ്പോൾ ഇത് മെയിൽ പ്ലാന്റ്, ഇത് ഫീമെയിൽ പ്ലാന്റ്. മെയിൽ പ്ലാന്റിലെ മെയിൽ ഫ്ലവർ കണ്ടോ. അവിടെ ഈ പ്ലാന്റ് രണ്ടും സെപ്പറേറ്റ് ആയതുകൊണ്ടാണ് ഇതിനെ യൂണിസെക്ഷൽ എന്ന് പറയുന്നത് കണ്ടോ. പിന്നെ ഇത് അതിൻ്റെ സീഡാണ്, ഇത് അതിൻ്റെ ഫ്രൂട്ടാണ് കണ്ടോ, ഡെവലപ്പിംഗ് ഫ്രൂട്ട്. ഇത് ഫ്രൂട്ടാണ്. അപ്പോൾ ഇതെല്ലാം എവിടെയാണ്? ഇത് വെള്ളത്തിൻ്റെ സർഫസിന് താഴെയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, അമ്പലും താമരയൊന്നും ഇതിന് എക്സാമ്പിൾ അല്ല. മനസ്സിലായല്ലോ.